യേശുവിൽ പ്രിയമുള്ളവരെ, ഒരു നോമ്പുകാലം നമ്മെ തേടി എത്തിയിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആത്മപരിശോധനയിലൂടെ കണ്ടെത്തുവാനും ദൈവം നമ്മെക്കുറിച്ച് കരുതിയിട്ടുള്ള ദൈവിക പദ്ധതികളെ പ്രാർത്ഥനാപൂർവ്വം ആഴത്തിൽ തിരിച്ചറിയുവാനും ദൈവതിരഹിതത്തോട് ഹൃദയപൂർവ്വം സഹകരിക്കുവാനും അതുവഴി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കുവാനും ദൈവം നൽകുന്ന വലിയൊരു ക്ഷണമാണ് ഈ നോമ്പുകാലം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ദൈവത്തോട്, ദൈവ തിരുവചനങ്ങളോട് ചേർത്ത് വെച്ച് ആഴത്തിൽ കണ്ടെത്തുവാൻ ദൈവം നമ്മെ വിളിക്കുന്ന പുണ്യകാലം. ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ജീവിതങ്ങളെ ആത്മപരിശോധനയിലൂടെ കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം അതെപ്പോഴും ഒരു ആത്മീയ സമരമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ ആത്മീയ സമരത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നാം യുദ്ധം ചെയ്യുന്നത്, മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികൾക്കുമെതിരായിട്ടാണ് നാം സമരം ചെയ്യുന്നത്. ആകയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എടുക്കുവിൻ. വിശുദ്ധ പൗലോസ്ലീഹ സഭാമക്കളായി നമ്മെ ഓരോരുത്തരെയും വളരെ പ്രത്യേകമാംവിധം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അതൊരാത്മീയ സമരമാണെന്നും, ഇതൊരാത്മീയ സമരമാണെങ്കിൽ ആത്മീയമായ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എടുത്ത് സജ്ജരായെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവർ, ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ലോകത്തിലുമാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ ഈ നോമ്പുകാലം ആരംഭിച്ചത് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ചുള്ള സുവിശേഷ വചനങ്ങൾ കേട്ടുകൊണ്ടാണ്. യേശു പ്രാർത്ഥിക്കാനായി 40 ദിനരാത്രങ്ങൾ മാറ്റിവെച്ച് മരുഭൂമിയിലേക്ക് പോകുന്നു. ആ മരുഭൂമിയിലെ പ്രാർത്ഥനയിൽ ഏറെ ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് യേശുവിന് പ്രലോഭനങ്ങളുണ്ടാകുന്നത്. യേശുവിന് മരുഭൂമിയിൽ പ്രലോഭനങ്ങളുണ്ടായി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും മരുഭൂമിയിൽ വെച്ച് പ്രലോഭനമുണ്ടാകാവൂ എന്ന് അതിന് ഒരിക്കലും അർത്ഥമില്ല. മറിച്ച് പ്രലോഭനം അത് മനുഷ്യ മനസ്സിലാണ് നടക്കുന്നത്. നാം ഓരോരുത്തരുടെയും മനസ്സാണ് പ്രലോഭനവേദി. പ്രിയമുള്ളവരെ, മനസ്സിൽ ഉദിച്ചു വരുന്ന മോഹങ്ങളിലൂടെ, ആഗ്രഹങ്ങളിലൂടെ, ചിന്തകളിലൂടെയാണ് നാം ഓരോരുത്തരും അനുദിനം ജീവിതത്തിൽ പ്രലോഭിപ്പിക്കപ്പെടുന്നത്. മനുഷ്യൻ്റെ ആത്മാവിന് 3 ശത്രുക്കളുണ്ട് എന്ന് തിരുസഭ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകം, ശരീരം, പിശാച്. ഈ 3 ശത്രുക്കളാണ്, ത്രിവിധ ശത്രുക്കളാണ് മനുഷ്യ ആത്മാവിന് ഉള്ളത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നിരന്തരം ആക്രമിക്കപ്പെടുന്നത്, ഉപദ്രവിക്കപ്പെടുന്നത് എല്ലാം ഈ 3 ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രലോഭനങ്ങളിലൂടെയാണ്. യേശുവിന് മരുഭൂമിയിൽ 3 പ്രലോഭനങ്ങളുണ്ടായപ്പോൾ ഈ 3 പ്രലോഭനങ്ങളും, പ്രിയമുള്ളവരെ, ഈ 3 ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രലോഭനമാണ് ഉണ്ടായത്. യേശുവിൻ്റെ 1-ാമത്തെ പ്രലോഭനം ശരീരവുമായി ബന്ധപ്പെട്ട ഒരു പ്രലോഭനമായിരുന്നു. മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ചിന്തയുണ്ടാകുകയാണ്: ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇവിടെ വിശന്നു മരിക്കുന്നത്? ഞാനൊരു ദൈവപുത്രനാണ്. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവശക്തി, ദൈവകൃപ, ദൈവപുത്രനായതുകൊണ്ട് എന്നിലുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞ് അതിനെ ഭക്ഷിക്കുക. അങ്ങനെ പറയുമ്പോൾ ഞാൻ ദൈവപുത്രനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കൂ എന്നറിയാം. രണ്ടാമത് അത് അപ്പമായാൽ എടുത്ത് ഭക്ഷിച്ച് വിശപ്പടക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രലോഭനത്തെ ക്രിസ്തു തിരിച്ചറിയുകയാണ്. ഈ പ്രലോഭനത്തിന് ക്രിസ്തു തൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രലോഭനത്തെ ഈശോ അതിജീവിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും അത്രേ എന്ന നിയമാവർത്തന പുസ്തകത്തിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട്. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ ഏറെ പ്രസക്തമായ, ഏറെ ചിന്തനീയമായ ഒരു വചനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും അത്രേ ജീവിക്കുന്നത്. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാശുണ്ടായാൽ മതി, ജീവിക്കാൻ പറ്റും, എന്തും സ്വന്തമാക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ഇങ്ങനൊരു ചിന്ത ഈ കാലഘട്ടത്തിൽ വിശ്വാസികളായ ദൈവമക്കളായി നമ്മെ ഓരോരുത്തരെയും ഭരിക്കുന്നില്ലേ? ഇന്ന് പലപ്പോഴും
നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയിൽ നിന്നാണ് പലപ്പോഴും നമ്മളത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രലോഭനകരമായ ചിന്താഗതി നമ്മെല്ലാവരുടെയും മനസ്സുകളിൽ രൂപപ്പെട്ട് ഉയർന്നു വരുന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈശോ അതിനെ തിരുത്തുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും അത്ര ജീവിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മളെല്ലാ തരത്തിലും സമ്പന്നരാണ്, കഴിവുകളിൽ സമ്പന്നരാണ്, അത് പ്രകടിപ്പിക്കാൻ അവസരങ്ങളുണ്ട്. നമുക്കുള്ള വസ്ത്രങ്ങളിൽ സമ്പന്നരാണ്, സൗകര്യങ്ങളിൽ സമ്പന്നരാണ്, എല്ലാത്തരം സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണ കാര്യങ്ങളിൽ ഇന്ന് നമുക്കധികം പേർക്കൊന്നും ദാരിദ്ര്യമില്ല. നമ്മൾ വളരെ സമ്പന്നരാണ്, ആവശ്യത്തിൽ കൂടുതലാണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിലാണ് ദരിദ്രരായിരിക്കുന്നത്? കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിൽ ഇന്ന് നമ്മൾ ദരിദ്രരാണ്. 10, 50, 20, 60, 70 വർഷം വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മോട് ചോദിക്കുകയാണ്, ഒരു 10 ദൈവവചന ഹൃദയത്തിൽ നിന്ന് നീ ഹൃദയസ്ഥമാക്കിയ 10 വചനങ്ങൾ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, എത്ര പേർക്ക് ഉറപ്പോടെ ഹൃദയത്തിൽ നിന്ന് 10 വചനങ്ങൾ പറയാൻ സാധിക്കും? പലപ്പോഴും നമുക്ക് ആർക്കും, അധികം പേർക്കും കഴിയുന്നൊരു കാര്യമല്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വചനത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് വളരെ വളരെ ദരിദ്രരാണ്. പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കരെന്ന് അഭിമാനിക്കുന്ന നമ്മൾ വചനത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് തുലോം നമ്മൾ ദരിദ്രരാണ്. ഇതിനെ പരിഹരിക്കാൻ നമുക്ക് കഴിയണം. വചനമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വചനമില്ലെങ്കിൽ, ഹൃദയത്തിൽ വചനമില്ലാത്ത ഒരാളുടെ ജീവിതത്തെ പിശാച്, ലോകം, ശരീരം, 3 ഈ ത്രിവിധ ശത്രുക്കൾ പ്രലോഭനങ്ങളിലൂടെ നമ്മെ വളഞ്ഞിട്ട് ആക്രമിക്കും. ജീവിതം ദുരിതപൂർണമായി തീരും. പല പ്രലോഭനങ്ങളിലും നമ്മൾ അമ്പേ പരാജയപ്പെടും. അങ്ങനെ ജീവിതം, വിശ്വാസ ജീവിതം ആകെ തകർന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. അനേകം മക്കളുടെ ജീവിതം ഇങ്ങനെയാണ്. പ്രിയമുള്ളവർ, എന്താ കാരണം? പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മളൊരു ആത്മീയ സമരത്തിലാണ്, യുദ്ധത്തിലാണ് എന്ന തിരിച്ചറിവോടെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എടുത്ത് സജ്ജരാകാത്ത ഒരാൾ തീർച്ചയായിട്ടും പരാജയപ്പെടും. ദൈവവചനം ആത്മാവിൻ്റെ വാൾ ആണെന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആത്മാവിൻ്റെ സ്വയരക്ഷയ്ക്ക് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ നമ്മുടെ കൈവശം ഉണ്ടാകണം. യേശുവിൻ്റെ കൈകളിൽ, യേശുവിൻ്റെ ഹൃദയം മുഴുവൻ ദൈവവചനമായിരുന്നതുകൊണ്ടാണ് 3 പ്രലോഭനങ്ങളുണ്ടായപ്പോഴും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്ത് കർത്താവ് പ്രലോഭകൻ്റെ മേൽ വിജയം നേടിയത്. ഇന്ന് പലപ്പോഴും നമുക്ക് അനേകർക്ക് പ്രലോഭനങ്ങളിൽ പരാജിതരാകേണ്ടി വരുന്നതിൻ്റെ കാരണം ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ കൈവശമില്ല എന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ദൈവവചന പുസ്തകം, വചനഗ്രന്ഥമുണ്ട്. പ്രിയമുള്ള ഒരു വീട് വെഞ്ചിരിപ്പ് വരുമ്പോൾ പലരും വന്ന് ചോദിക്കുക, അച്ഛാ ഒരു പുതിയ ബൈബിളുണ്ടോ? വീട്ടിലെ ബൈബിള് വളരെ പഴയതാണ്, എല്ലാം പുതിയതാണ്, പുതിയ രൂപങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ വീട്, പുതിയ സൗകര്യങ്ങൾ. അപ്പോൾ ഈ പഴയ ബൈബിൾ വയ്ക്കുന്നത് ഒരു ആക്ഷേപമാണ്, മോശമാണ്. അതുകൊണ്ട് ഒരു പുതിയ ബൈബിൾ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ പുതിയ ബൈബിൾ കൊണ്ടുപോയി അവർ ആൾത്താരെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് വയ്ക്കും. അതല്ലെങ്കിൽ വെഞ്ചിരിപ്പ് കഴിയുമ്പോൾ അവർ ഷോക്കേസിലെടുത്ത് വയ്ക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു വചനഗ്രന്ഥത്തിന് ഒരിക്കലും എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. വചനമാണ് ആ പുസ്തകത്തിൽ. പക്ഷേ പുസ്തകത്തിലിരിക്കുന്ന ഒരു വചനത്തിന്, പുസ്തകത്താളുകളിലെ വചനത്തിന് എന്നെയോ നിങ്ങളെയോ സ്പർശിക്കാനോ സ്വാധീനിക്കാനോ തിരുത്താനോ വിശുദ്ധീകരിക്കാനോ സാധ്യമല്ല. പക്ഷേ ഹൃദയത്തിലാക്കപ്പെട്ട ദൈവവചനത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുണ്ട്. പ്രിയമുള്ളവരെ, അത് കർത്താവ് വചനത്തിൽ പറയുന്നു, 4 മാവിൽ ഒരു സ്ത്രീ പുളിമാവിൽ ചേർത്ത് വെച്ച പുളിമാവ് പോലെയാണ്, മാവിൽ ചേർത്ത് വെച്ച പുളിമാവ് പോലെയാണ്. നാം അറിയുന്നില്ല ആ മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ മാവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അത്ഭുതം കൂറും. കാരണം എന്താണ്? ആ ചേർത്ത അല്പം വരുന്ന പുളിമാവ് അത്ഭുതകരമായ വ്യത്യാസം ആ മാവിൽ വരുത്തിയിരിക്കുന്നു. അതിൻ്റെ രൂപഘടനയെ അത് മാറ്റിമറിച്ചിരിക്കുന്നു. അത്ഭുതകരമാംവിധം സ്വാദിഷ്ടമായ ഭക്ഷണമായി മാറുവാൻ തക്കവിധം ആ മാവിനെ അല്പം പുളിമാവ് പുളിപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിൻ്റെ വചനം. ഹൃദയത്തിലാക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതകരമാംവിധം പ്രവർത്തിക്കാൻ സാധിക്കും. പ്രിയമുള്ളവർ, ഈ നോമ്പ് കാലം ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന ഒരു അനുഗ്രഹ കാലഘട്ടമായി നമുക്ക് മാറ്റാം. വചനത്തിൽ ഇനിയും സമ്പന്നനാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
ഹൃദയത്തെ ഇനിയും വചനം കൊണ്ട് നിറയ്ക്കാനായിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ദിവസം ഒരു വചനം എന്ന തരത്തിൽ ഒരു ക്യാപ്സ്യൂൾ പോലെ അനുദിനം ഒരു വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനെ ഹൃദയസ്ഥമാക്കുവാൻ സാധിച്ചാൽ പ്രിയമുള്ളവരെ, ഒരു മാസം 30 വചനം, ഒരു വർഷം 360 വചനം, വർഷങ്ങൾ പിന്നിടുന്തോറും ഞാനും നിങ്ങളും വചനത്തിൽ സമ്പന്നരാകും. ഹൃദയത്തിൽ വചനമുള്ളവനെ പിശാച് ഭയപ്പെടുന്നു. ലോകം, ശരീരം, പിശാച്, ഈ 3 ശത്രുക്കളും ഹൃദയത്തിൽ വചനമുള്ള ഒരാളെ ഭയപ്പെടുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയെ പ്രലോഭനങ്ങളിലൂടെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും ഒരു ഉദ്യമവുമായി പരിശ്രമവുമായി ഈ ശത്രുക്കൾ നമ്മുടെ മുമ്പിലേക്ക് അണയില്ല. ഇനി ധൈര്യം അവലംബിച്ച് വന്നാൽ തന്നെ യേശു പ്രലോഭകനായ പിശാചിനെ, പ്രലോഭനങ്ങളെ വചനത്താൽ അതിജീവിച്ചതുപോലെ നമുക്കും അതിജീവിക്കാൻ കഴിയും. അതുവഴി ദൈവനാമത്തിന് മഹത്വം നൽകാൻ കഴിയും. ഈ നോമ്പുകാലം അതിനുള്ള കാലമാക്കി നമുക്ക് മാറ്റാം. നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നു എന്നതിനപ്പുറം പ്രിയമുള്ളവരെ, ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ അതിനോടൊപ്പം ആത്മാവിൻ്റെ ഭക്ഷണമായ വചനം സ്വീകരിക്കുന്നില്ലെങ്കിൽ നോമ്പിന് അർത്ഥമില്ല. അതുകൊണ്ട് ഹൃദയം വചനം കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് നമ്മുടെ ഭൗതികമായ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന് അർത്ഥമുണ്ടാകുക. കേവലം ഭൗതികമായ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതിലൂടെ മാത്രം നോമ്പ് അർത്ഥപൂർണമാവില്ല. ഉപേക്ഷിക്കുന്നതിന് പകരം സ്വീകരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അത് അർത്ഥപൂർണമാകുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചന ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ആ വചനത്തെ ഓർത്ത് മനനം ചെയ്യുകയും മനനം ചെയ്ത വചനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ കഴിയുമ്പോഴാണ്. അങ്ങനെ നാം ജീവിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ, വചനമായി ദൈവം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന അനുഭവം ഉണ്ടാകുക. ദൈവം ജീവിക്കുന്നവനായി മാറുക. ജീവനുള്ളൊരു ദൈവത്തെ മറിയത്തെ പോലെ കണ്ടെത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുക. ഈ നോമ്പുകാലം അപ്രകാരം ഒരു പുണ്യകാലമായി തീരട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലത്ത് നിങ്ങൾക്കേവർക്കും ദൈവത്തിൻ്റെ എല്ലാ നന്മയും കൃപകളും അനുഗ്രഹങ്ങളും പ്രത്യേകമാമിതം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.